എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. വന്യമൃഗശല്യത്തിൽ നിന്നും മലയോര ജനതയെ രക്ഷിക്കാൻ അടിയന്തര നടപടി ഉണ്ടാക്കണമെന്ന് മോൻ ജോസഫ് MLA ചുങ്കത്തറയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൊവ്വാഴ്ച തൃശൂരിൽ ആനയുടെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ട സംഭവം അങ്ങേയറ്റം വേദനാജനകമാണ്. ഈ ദാരുണ സംഭവം സംസ്ഥാനത്ത് വന്യമൃഗങ്ങളുടെ ഭീഷണി എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ഉദാഹരണമാണ്. സർക്കാർ ഉടനടി ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നും മോൻസ് ജോസഫ് മുന്നറിയിപ്പ് നൽകി. മനസാക്ഷിയുടെ മുമ്പിൽ കാട്ടാന ഇറങ്ങി ചവിട്ടി 2 പേരൂടെ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു തുടർച്ചയായ ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടും ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായ നടപടികൾ, പ്രത്യേകിച്ചും വന്യജീവി ആക്രമണത്തിൽ നിന്ന് മലയോര ജനതയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം. നിരന്തരമായി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ P. ജോസഫ് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ ഒരു നടപടിയിലേക്കും വരാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കണം, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകാതെ ഇപ്പോൾ സത്യത്തിൽ ഈ ആനയെല്ലാം ഇറങ്ങുന്ന അതിന് ആവശ്യമായ വെള്ളവും ഇതെല്ലാം കാടിനുള്ളിൽ തന്നെ ഏർപ്പെടുന്ന കാര്യങ്ങൾ, ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയുള്ള ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനും വനം വകുപ്പിനും ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ ഗുരുതരമായ അനാസ്ഥയാണ് LDF ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കേരളത്തിൽ ചെയ്തിരിക്കുന്നത്. അത് ഗുരുതരമായി വീഴ്ച വരുത്തിയിരിക്കുകയാണ്. നിരന്തരമായി ഈ ഒരു മലയോര ജനത ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഫലപ്രദമായ ഒരു ഇടപെടലിന് ഇനിയെങ്കിലും തയ്യാറാകണം. ഈ ഒരു സ്ഥിതി തുടരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ഒരു മലയോര ജനതയ്ക്ക് വേണ്ടിയുള്ള സംരക്ഷണ യാത്ര UDF നടത്തുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു, നിയമസഭയിൽ ആവശ്യപ്പെട്ടു ഇനിയെങ്കിലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. പ്രതിപക്ഷം നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വന്യമൃഗ വിഷയത്തിൽ സർക്കാർ ഉറക്കം തൂങ്ങുകയാണ്. ഈ അവസ്ഥ മലയോര ജനതയോടുള്ള വെല്ലുവിളിയാണ്. ഇതിനെതിരെ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ ശക്തമായ സമരപരിപാടികൾ കേരള കോൺഗ്രസ് ആവിഷ്കരിക്കും. വന്യമൃഗശല്യത്തിനെതിരെ ഡൽഹിയിൽ സമരം നടത്തിയ ജോസ് കെ മാണിയും സംഘവും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു സമരത്തിന് പോകേണ്ടിയിരുന്നത് എന്നും മോൻസ് ജോസഫ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.